എല്ലാവർക്കും നമസ്കാരം. ഈ ദിവസങ്ങളിൽ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ ആൻ്റണി രാജു ശിക്ഷിക്കപ്പെട്ടത് ജട്ടികെട്ട കേസാണ് എന്നൊക്കെ പറഞ്ഞ് കൂടുതലും വാർത്തകളും ട്രോളുകളും ഒക്കെ ഉണ്ടാക്കി വിടുന്നതിൻ്റെ പുറകിലും അതിൽ പ്രധാനമായിട്ട് കാണുന്നൊരു കാര്യം ഇതാണ്: ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ജട്ടികെട്ട കേസിൽ ഒരാൾ ജയിലിലോട്ട് പോകുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ എല്ലാം പുറകിൽ ഒരു വ്യക്തമായ അജണ്ടയുണ്ട്. കഴിഞ്ഞ LDF മന്ത്രിസഭയിലെ, അല്ല ഇപ്പോൾ ഉള്ള LDF മന്ത്രിസഭയിലെ ഒരു മന്ത്രിയായിരുന്നു അങ്ങേര് അതിനകത്തിരുന്നപ്പോൾ നിലവിൽ ഇത് മുന്നിലോട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാൻ സാധ്യത ഉള്ള ഒരു വിഷയം. ഇതിൻ്റെ ആഴങ്ങളിലേക്ക് പോയാൽ ഇതിന് മാന്യമായ വിഷയങ്ങളുണ്ടെന്നുള്ളതാ സത്യം. അങ്ങനെയുള്ള ഒരു വിഷയം വെറും ഒരു കോമഡി കഥ പോലെ ആക്കി വെക്കുക എന്നത് ഒരു വലിയ അജണ്ടയുടെ ഭാഗമാണ്. അത് പടച്ചു വിടുന്നവർ അങ്ങനെ ഒരു അജണ്ട ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് അത് വിടുന്നത്. യഥാർത്ഥ സംഭവം എന്താണെന്ന് നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം വിവിധങ്ങളായ വാർത്താ മാധ്യമങ്ങളിൽ കൂടെ കേട്ടു. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ആ തലത്തിലേക്ക് പോകുന്നില്ല. ഇനി വക്കീലന്മാരെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇങ്ങനൊരു വക്കീലായിരുന്നു എന്ന് നമ്മൾ കേൾക്കുന്നു. വക്കീലന്മാരെ സംബന്ധിച്ച് കേസ് ജയിക്കാൻ വേണ്ടി അവരെന്ത് വൃത്തികേടും കാണിക്കാം. അപ്പോൾ അതൊക്കെ അവരുടെ കഴിവായിട്ടും അവരുടെ പ്രാഗൽഭ്യമായിട്ടും ഒക്കെ കൊട്ടിക്കോഴിച്ച് നടക്കാൻ ഒരു സംഘം പ്രതികൾ നാട്ടിലുള്ളിടത്തോളം കാലം. ഇപ്പം ഞാൻ ഉണ്ടവിഴുങ്ങി വക്കീൽ എന്നൊക്കെ പറയുന്നൊരു വക്കീലിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. തൊണ്ടി മുതലായി വെച്ചിരുന്ന വെടിയുണ്ട പരിശോധിക്കാൻ എടുത്തപ്പം വിഴുങ്ങി കളഞ്ഞിട്ട് പകരം അതിന് അങ്ങനെ അല്ലാത്ത ഒരെണ്ണം അങ്ങോട്ട് വെച്ചെന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള കഥകൾ വലിയ കെങ്കേമമായി കൊട്ടിക്കോഴിച്ച് നടക്കുന്ന പ്രതികളെ ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്ന വക്കീലിനെ അറിയാമോ, ആലപ്പുഴ ഒരു സ്ഥലത്തിൻ്റെ പേരുമൊക്കെ പറഞ്ഞിട്ട് അങ്ങേരെ അറിയാമോ, ഇങ്ങേരെ അറിയാമോ, ഇതറിയാമോ. അതായത് നീതിയല്ലാത്ത കാര്യങ്ങൾ, സത്യമില്ലാത്ത കാര്യങ്ങൾ വക്കീലിൻ്റെ കഴിവ് കൊണ്ട് ജയിച്ചു വന്നതിനെ പൊക്കിപ്പാടാൻ ആളുകൾ ഉള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ കുറ്റമല്ല, വലിയ പ്രാഗൽഭ്യമാണെന്ന് ചിന്തിക്കുന്നിടത്തോളം കാലം വക്കീലന്മാരും കേസുകളും അവരുടെ ജയവും തോൽവിയും ഒന്നും നമ്മുടെ സമൂഹത്തിനെ ബാധിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് വക്കീലായിരിക്കുമ്പോൾ അവരെന്തെങ്കിലും കാണിക്കട്ടെ. പക്ഷേ ഇവിടുത്തെ പ്രശ്നം, ഇങ്ങനെ വക്കീലന്മാർ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് കേരളം ഇന്ന് കുപ്രസിദ്ധ കുറ്റവാളികൾ വിലസുന്ന നാടായി മാറി. കുപ്രസിദ്ധ കുറ്റവാളികൾ തല്ലിക്കൊന്നു, വെടിവെച്ച് കൊന്നു, കുത്തിക്കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പോലും നിയമപരമായി യാതൊരു നടപടിയില്ല. വേറെ വല്ലവനുമൊക്കെ ആണെങ്കിൽ എല്ലാത്തിനും പിടിച്ച് അകത്തിട്ട് പോയേനെ, ജീവിതകാലം അകത്ത് കിടന്നു പോയേനെ. ഇപ്പോൾ ഈ കേസിൽ തന്നെ, ഈ മയക്കുമരുന്ന് കേസിൽ തന്നെ ഉള്ള സാഹിബ് അയാളുടെ നാട്ടിൽ ചെന്ന് അയാളൊരു കൊലപാതക കേസിൽപ്പെട്ട് അയാൾ ജയിലിൽ കിടക്കുമ്പോൾ അയാൾ സഹതടവുകാരനോട് പറഞ്ഞ കാര്യമാണ്: ഞാൻ ഇങ്ങനെ പണ്ടെന്നെ ഇങ്ങനെ കേരളത്തിൽ വെച്ചൊരു കേസിൽ പിടിച്ചപ്പോൾ അങ്ങനെ എൻ്റെ അടിവസ്ത്രം മാറ്റി വെച്ച് എന്നെ അവിടെ നൂരി വിട്ട ആളുണ്ടെന്ന് വലിയ ഗമയ്ക്ക് തള്ളിയപ്പോൾ ആ ജയിലധികാരികൾ ഒരു നീതിയുള്ളത് കൊണ്ട്, ഒരു സാമൂഹിക ബോധമുള്ളത് കൊണ്ട് അവരത് ഇൻ്റർപോളിനെ അറിയിക്കുകയും ഇൻ്റർപോൾ അത് ഇന്ത്യയിലെ CBI അറിയിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ബാക്കി പത്രമായിട്ടാണ്. പിന്നെ അതിൻ്റെ പുറകിലൊരു പത്രപ്രവർത്തനം നടക്കാനുണ്ടായിരുന്നത് കൊണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ച് പേർക്കൊരു മൂല്യങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് മൂല്യങ്ങളില്ലാത്ത ഒരുത്തം പിടിക്കപ്പെട്ടതും അത് അവസാനം ശിക്ഷിക്കപ്പെട്ടതും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്ന പ്രധാന കാര്യങ്ങൾ ഇതൊന്നുമല്ല. 2-3 കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 30 വർഷം മുമ്പ് ഇയാൾക്ക് ഇത്രയും വലിയ ക്രിമിനൽ ബുദ്ധിയും ഇത്രയും വലിയ ക്രിമിനൽ ബന്ധവും ഇയാൾ ഇറക്കി വിട്ടത് ആരെയാ? നമ്മുടെ സമൂഹത്തിലെ യുവാക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭീഷണി ഉണ്ടാക്കുന്ന മയക്കുമരുന്ന് കാരിയറോ കച്ചവടക്കാരനോ ആയ ഒരാളെ ഇറക്കി വിട്ടെങ്കിൽ 30 വർഷം മുമ്പ് അയാൾ അതിനകത്തുനിന്ന് ആ കുറ്റവാളിയെ നിരപരാധിയാക്കി വിടാൻ വേണ്ടി, നിയമത്തിനെ കബളിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ചെങ്കിൽ ആ മനുഷ്യൻ്റെ ധാർമ്മിക മൂല്യം എന്താ? ആ മനുഷ്യന് കേരള ജനത്തിൻ്റെ ജനപ്രതിനിധിയായിട്ട് നിൽക്കാനുള്ള അവകാശം എന്താ? അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇങ്ങനെയുള്ള ആളുകളെ നിയമത്തിൻ്റെ പിടിയിൽ നിന്ന് ഊരി വിടുക എന്നത് ഇവരുടെ ഒരു സ്വഭാവത്തിൻ്റെ ഭാഗം കൂടിയല്ല ഇത്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും സ്വാഭാവികമായിട്ട് നമ്മുടെ വ്യക്തിപരമായ ഒരു വിഷയം അതിനകത്തില്ലേ? നമ്മളൊരാളിനെ ഇറക്കി വിടുന്നു, ഇവൻ അകത്ത് കിടക്കേണ്ടതാണ് എന്ന് 100% ബോധ്യമുള്ള ഒരു കേസിൽ, അത് ഇന്ത്യക്കാരൻ പോലുമല്ല. അപ്പോൾ പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു മനുഷ്യൻ, അത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. പിന്നീട് ഈ വ്യക്തിക്കൊക്കെ, അതായത് ഈ ആന്റണി രാജുവിനെ പോലെയുള്ള വ്യക്തികൾക്ക്, ഇതുപോലത്തെ പല വ്യക്തികളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അന്ന് 30 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ ഇത്രയും മയക്കുമരുന്നൊന്നും സജീവമല്ല. പക്ഷേ ഇന്ന് കേരളത്തിൽ ഇത് സജീവമാണ്.
അപ്പം 30 വർഷം മുമ്പ് ഇതിനകത്ത് ഇത്രയും ആഴമായ ഒരു ബന്ധമുള്ള ആളിന് ഇന്നത്തെ ഈ അവസ്ഥയിലേക്കുള്ള വളർച്ചയിൽ എന്തെങ്കിലും പങ്കുണ്ടായിരിക്കുകയല്ലേ എന്ന് നമുക്ക് വേണേൽ ചിന്തിക്കേണ്ടി വരും. ഒരു വക്കീൽ എന്ന രീതിയിൽ അയാളുടെ ആളുകളെ ഇറക്കി വിട്ടതൊക്കെ പോട്ടെ, പക്ഷേ ഒരു ജനപ്രതിനിധി, ഒരു മന്ത്രി എന്ന രീതിയിലൊക്കെ ആയിരിക്കുമ്പോൾ നാം കേരളത്തിലെ ജനാധിപത്യത്തെ ഭയങ്കരമായിട്ട് ഭയക്കേണ്ട ഒരു കാലം വന്നു. കാരണം നമ്മുടെ ജനാധിപത്യത്തിൽ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ നിയമപരമായി നേരിടുമെന്ന് ആദ്യം രാഷ്ട്രീയക്കാർ പറയും. അത് കഴിയുമ്പോൾ അതോടൊപ്പം തന്നെ രാഷ്ട്രീയക്കാർ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളെ ശിക്ഷിച്ചില്ലല്ലോ. അതെങ്ങനെ ശിക്ഷിക്കാനാ? ഏറ്റവും താഴെ കോടതി പോയി കഴിഞ്ഞാൽ പോലും 5 വർഷം കിടക്കും. വാദി പ്രതിഭാഗം വക്കീലന്മാർ തമ്മിൽ ഒത്തു കഴിഞ്ഞാൽ ഇത് 5-6 വർഷം ആ കേസ് അവിടെ കിടക്കും. അത് കഴിഞ്ഞ് ജില്ലാ കോടതിയിലേക്ക് അപ്പീലിന് പോയി കഴിഞ്ഞാൽ അവിടെ കിടക്കും ഒരു 5-6 വർഷം. അത് കഴിഞ്ഞ് ഹൈക്കോടതി പോയി കഴിഞ്ഞാൽ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ഒക്കെ ആയിട്ട് പിന്നെ അത് കിടക്കും അവിടെ ഒരു 5-6 വർഷം. അത് കഴിഞ്ഞ് സുപ്രീം കോടതി പോയി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ലാവ്ലിൻ എന്ന് പറഞ്ഞ കേസ് 40 തവണ മാറ്റിവെച്ചു. അതെന്നാ ഇടപാടാണ്? സുപ്രീം കോടതി BJP ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് നയിക്കുന്ന, അല്ലെങ്കിൽ BJPക്ക് നിയന്ത്രണമുള്ള കേന്ദ്ര ഗവൺമെൻറ് ആയിട്ട് പോലും സുപ്രീം കോടതിയിൽ ഈ കേസ് 40 തവണയൊക്കെ മാറ്റി വെക്കുന്നെങ്കിൽ കേസ് എന്തായാലും വേണം നീട്ടിക്കൊണ്ട് പോകാൻ മേലെ പൈസയും പിടിയുള്ളവർക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രാഷ്ട്രീയക്കാർ പറയുന്നത് ഇത്രേ ഉള്ളൂ, ഞങ്ങളതിനെ രാഷ്ട്രീയപരമായി നേരിടും. ആദ്യം നിയമപരമായി നേരിടും. നിയമപരമായി നേരിടണമെങ്കിൽ ഒരു 4-4, 8-4, 12-4, 16, 10-25 വർഷം അങ്ങോട്ട് പോകും. അന്നേരത്തിന് ഒരുമാതിരിപ്പെട്ട ചത്ത് കെട്ടുപോകും. ഇനി ഇത്രയും വർഷം പോകുന്നില്ല എങ്കിൽ പോലും, അല്ലെങ്കിൽ പോയാൽ പ്രശ്നം ഉണ്ടെന്ന് ഉറപ്പുള്ളത് ഇവന്മാർ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം പറയും, ഞങ്ങളതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും. നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും. ഇപ്പം LDF പറയുന്ന വേറൊരു പുതിയ വാക്ക് കേട്ടിട്ടുണ്ടോ? അവർ പറയുന്നത് ഏത് സംഭവം നമ്മൾ പറഞ്ഞാലും ഞങ്ങൾ അന്വേഷിക്കും എന്നാണ് പറയുന്നത്. ഞങ്ങൾ അന്വേഷിക്കാൻ ഇവരാണ് ഇവിടുത്തെ നിയമ സംവിധാനം. അതിന് ഒന്നുമില്ലൊരു പോലീസ് സംവിധാനം ഇവിടെ ഉണ്ടല്ലോ. പോലീസുണ്ട്, ക്രൈംബ്രാഞ്ചുണ്ട്, പിന്നീട് അതിന് മുകളിലേക്ക് CBI ഉണ്ട്, സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവർ ഞങ്ങൾ അന്വേഷിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ രീതിയിലേക്ക് ഇത് തകർന്നെന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സമൂഹം ഈ ഒരു തലത്തിലേക്ക് തകർന്നു പോയതിൻ്റെ പുറകിൽ ഇവർക്കൊക്കെ ഉള്ളൊരു പങ്ക് പ്രധാനമായിരിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. VS അച്യുതാനന്ദൻ അന്നേ പറഞ്ഞത് ഇയാളെ മത്സരിപ്പിക്കരുത്, ജയിപ്പിക്കരുതെന്ന്. പക്ഷേ പിന്നീട് വന്നവർ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഈ തലത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്കകത്ത് എത്ര കൊടും ക്രിമിനൽ കാണും. ജനത്തിനെ കാണുമ്പോൾ ചിരിക്കുകയും എളിക്കുകയും ചെയ്യുന്ന ഒരു മുഖത്തിനപ്പുറത്ത് ഇവർക്കൊക്കെ എത്രത്തോളം മോശമായ ഒരു അവസ്ഥ ഉണ്ടാകും. ഇല്ലെങ്കിൽ എങ്ങനെയാണ്? എപ്പോഴും പറയാറുണ്ട്, ഇവർക്ക് കിട്ടുന്നത് ഇത്രേ ഉള്ളൂ. ഒരു MLAക്ക് ഒരു ഭരണകാലത്ത് 1.5 കോടി രൂപയ്ക്ക് താഴെയാണ് എല്ലാം കൂടെ കിട്ടുന്നതെങ്കിൽ എങ്ങനെയാണ് ഈ 5, 6, 10 ഒക്കെ മുടക്കി ഇവരിത് ജയിക്കുന്നത്? കാരണം അതുപോലത്തെ ഒരു ക്രിമിനൽ പശ്ചാത്തലം ഇവരുടെ ബാക്കിൽ നല്ലൊരു ശതമാനം ആളുകളുടെ ഉണ്ടെന്നുള്ള ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പരസ്യമായിട്ട് പോലും പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞിട്ട് നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന സാഹചര്യത്തിൽ ഞാൻ ലോകം മുഴുവനുള്ള മലയാളികളോട് പറയട്ടെ, കേരളം ഇങ്ങനെ നിൽക്കണമെന്നും കേരളത്തിൽ മുന്നോട്ടൊരു നിയമവാഴ്ച വേണമെന്നും നമ്മുടെ യുവതലമുറയ്ക്ക് ഈ നാട്ടിൽ നിൽക്കണമെന്നും ഇവിടെയുള്ളവർക്ക് സുരക്ഷിതമായി ജീവിക്കണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇനിയുള്ള സമയങ്ങൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. രാഷ്ട്രീയക്കാരിലൂടെ എന്തെങ്കിലും നടക്കുമെന്ന് ചിന്തിച്ചിട്ടും കാര്യമില്ല. നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒന്നിക്കാൻ പറ്റുന്ന ആളുകളെ ഇപ്പം അനേകർ പറയാൻ തുടങ്ങി, നല്ല വ്യവസായികൾ, നല്ല പ്രൊഫഷണലുകൾ, നല്ല ലക്ഷ്യമുള്ള ആളുകളെ എല്ലാം ഒരുമിച്ച് ചേർന്നൊരു പുതിയ മൂവ്മെൻ്റ് ഉണ്ടായേ പറ്റൂ. അത് വളരെയധികമായി ആളുകൾ പറയുക. എന്തിനാണെന്ന് ചോദിച്ചാൽ 30 വർഷം വേണ്ടി വന്നു ഒരു ജട്ടിയുടെ പേരിൽ നിന്നാണ് ഇവർ പറയുന്നതെങ്കിലും ഒരു വലിയ ക്രിമിനൽ ഒളിച്ചിരുന്നത് ഇങ്ങോട്ട് വളർന്നു വന്ന് വക്കീലായിരുന്നു, പിന്നെ MLA ആയി, പിന്നെ മന്ത്രിയായി, എല്ലാം ആയിട്ട് പോലും അയാളെ പിടിക്കാൻ 30 വർഷം വേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ എന്തുമാത്രം എണ്ണം പിടിക്കപ്പെടാതെ പോകുന്നുണ്ട്. ഇതൊന്നും നമ്മുടെ സമൂഹത്തിന് ഗുണമാവില്ല. ഇതിനെതിരെയൊക്കെ ബോധമുള്ള മലയാളി ലോകത്തിൽ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരൊരുമിച്ച് ചേർന്ന് ഒരു പുതിയ മൂവ്മെൻറ്റിലേക്ക് നീങ്ങിയില്ലെങ്കിൽ നമ്മുടെ നാട് ഇതുപോലെയുള്ള കൊള്ളക്കാരുടെ കയ്യിലായി പോകും. അതിന് അവസാനം യാതൊരു അവസ്ഥയില്ലാത്തൊരു സാഹചര്യത്തിലായിത്തീരുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.